നമസ്കാരം. ഓണം കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷം ഏതൊക്കെ രീതിയിലായിരിക്കും സർക്കാരിനെ കടന്നാക്രമിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുക? ഏതൊക്കെ രീതിയിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും, കടന്നാക്രമിക്കാൻ കഴിയും? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത്. നമുക്കറിയാം, പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാനാകും പ്രതിപക്ഷം ആദ്യം ശ്രമം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടന്നത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയത്? ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് WCCയുടെ ആവശ്യപ്രകാരം ഇങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. വ്യക്തമായി പറയുകയാണെങ്കിൽ 2017 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയാണ് ഈ WCC ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് WCC സർക്കാരിനെ പോയി കാണുകയും മുഖ്യമന്ത്രിയെ കാണുകയും ഇത്തരത്തിൽ, അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും സർക്കാർ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ച് ഈ ചലച്ചിത്ര മേഖലയിൽ, അതായത് നടിമാർ മാത്രമല്ല, ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മൊഴിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. അവരെ പരാതികൾ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. തുടക്കമൊന്നും ആരും തന്നെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായില്ല. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായാൽ, തങ്ങളുടെ സ്വകാര്യത പുറത്തു വന്നാൽ, അല്ലെങ്കിൽ തങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ, ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കിയാൽ, തങ്ങളുടെ ഇപ്പോഴുള്ള പലതും, അതായത് പല അവസരങ്ങൾ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്ന ഭയമൊക്കെ ആയിരുന്നു. അങ്ങനെ നിരന്തരം ഹേമ പലരെയും പോയി കാണുന്നുണ്ട്. ആരും തന്നെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലിന് തയ്യാറാകുന്നില്ല. അവസാനം ഹേമ പറയുന്നു, അതായത് ഒരു കമ്മിറ്റിയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പരാതിയും ഞങ്ങളോട് പറയാം, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്, നിങ്ങളുടെ ഒരു സ്വകാര്യതയും ഞങ്ങൾ പുറത്തുവിടില്ല എന്ന ഉറപ്പ് നൽകിയതിൻ്റെ ഫലമായി പലരും തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. അതായത് ഹേമ കമ്മിറ്റിയെ, ഹേമയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നു. പിന്നീട് സർക്കാരിന് അത് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം സർക്കാർ ഇത് പുറത്തുവിടുന്നു. പുറത്തുവിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് അതിൽ മുഴുവൻ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊടിയ യാതനകൾ തന്നെയായിരുന്നു. അതായത് ഒരു നടിയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ കടമ്പകളാണ് നേരിടേണ്ടി വരുന്നതെന്ന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പല നടിമാരുടെയും ഒക്കെ കഥകിൽ പോയി മുട്ടുന്ന നടന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. ഒരു സീൻ അഭിനയിക്കുന്നതിൽ, അതായത് എന്തെങ്കിലും ഒരു ചുംബന സീനായിക്കോട്ടെ, അങ്ങനെയുള്ള അത്തരത്തിലുള്ള സീനുകൾ എടുക്കുന്നതിനിടെ ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 ഒക്കെ ടേക്ക് എടുപ്പിച്ച്, മനഃപൂർവ്വം ടേക്ക് എടുപ്പിച്ചുകൊണ്ട് അവരെ മറ്റു രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. വസ്ത്രം മാറാൻ കുറ്റിക്കാട് കൊടുക്കുന്നു. മാത്രമല്ല, ആർത്തവ സമയത്ത് അവർക്കൊരു മൂത്രപ്പുര പോലും അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ അഭിനയിക്കേണ്ടി വരുന്ന നടിമാരെ കുറിച്ച് നമ്മൾ കേട്ടു. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു. പവർ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ കേട്ടു. അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള പല ഡ്രഗ് മാഫിയയെ കുറിച്ച് കേട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് അത് ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ നിരവധി ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് നൽകിയത് എന്ന് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഈ മൊഴി നൽകിയ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾ പരാതി മൂലം രംഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇരകൾക്കൊപ്പം ഉണ്ടാകും, വേട്ടക്കാരെ നമുക്ക് പൂട്ടാം എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിരവധി അതിജീവിതകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. റേപ്പ് ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ പലരുടെയും ഭാഗത്തുനിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന നിരവധി ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇതിനിടയിൽ സിദ്ദിഖിനെതിരെ വലിയ ഒരു ബലാത്സംഗ ആരോപണം ഉയർന്നു വന്നു. അതുപോലെ തന്നെ മുകേഷിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കണ്ടു. ജയസൂര്യക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കണ്ടു. അങ്ങനെ പീഡന ആരോപണം അടക്കം, ബലാത്സംഗ ആരോപണം അടക്കം നേരിടേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. നിവിൻ പോളി, അതുപോലെ തന്നെ നമുക്കറിയാം രഞ്ജിത്ത്, പിന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അങ്ങനെ പോകുന്നു, പേരുകൾ അങ്ങനെ പോകുന്നു. ഈ വിഷയങ്ങളൊക്കെ എന്താണ് സർക്കാർ എടുത്ത നിലപാട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
പരാതിക്കാർക്കൊപ്പം നിന്നുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തോട് വളരെ സുതാര്യമായി ഇത് അന്വേഷിച്ച് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, മുകേഷ് എന്ന് പറയുന്നത് കൊല്ലത്തെ MLA ആണ്, സ്വതന്ത്ര MLA ആണ്, ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ബലാത്സംഗ ആരോപണം ഉയർന്നു വന്നപ്പോൾ എന്താണ് സർക്കാർ എടുത്ത നിലപാട്? ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കാനാണ് പറഞ്ഞത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അപ്പോ ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പ്രതിപക്ഷം വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് മുകേഷിനെ പുറത്താക്കുന്നില്ല എന്നതാണ് അവർ പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് ആരോപണമാണ്, അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ആരോപണം വന്നതിന്റെ പേരിൽ ഏത് MLA ആണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്? എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെയും വിൻസെന്റ് MLA-ക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നതും ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നില്ലേ? ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് സ്വീകരിച്ചില്ല, UDF സ്വീകരിച്ചില്ല എന്നൊരു ചോദ്യം പ്രധാനമല്ലേ? അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം ഉയർത്താൻ എന്തായാലും ഒരു ധാർമ്മികതയും പ്രതിപക്ഷത്തിനില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് തന്നെ കേസെടുത്തോ എന്ന് സർക്കാർ പറയുന്നൊരു സാഹചര്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ ആർക്കൊപ്പമാണ്, സർക്കാർ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ ആ വിഷയത്തിലൂടെ കണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്, പരാതികളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ട് വിടുന്നില്ല? അത് വിടാത്ത വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. നമ്മളിന്ന് കണ്ടതാണല്ലോ, WCC എന്താണ് ഇന്നും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞത്? അതായത് മൊഴി നൽകിയിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വിടരുത് എന്ന് തന്നെയാണ്. അവർക്ക് ഭയമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ പേരുകൾ പുറത്തു വിടാത്തത്. അത് ഒരു ഉറപ്പിന്മേൽ ആണ് അവർ ഈ പറയുന്നത് പോലെ മൊഴിയൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മൊഴി നൽകിയ ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ രംഗത്തേക്ക് വന്ന നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ, അതായത് ഇവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കെ അതിനെ മറികടന്നുകൊണ്ട് ഒരു സർക്കാരിനും ആർക്കും അത്തരത്തിലുള്ള മൊഴി നൽകിയിരിക്കുന്ന ആളുകളുടെ പേര് പുറത്തുവിടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ അങ്ങനെ വെറുതെ ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു അടിസ്ഥാനവുമില്ല അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, PV അൻവർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ടാകാം അടുത്ത വലിയ പുകലുകൾ ഉണ്ടാകാൻ സാധ്യത. അതായത് നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ സഭ സ്തംഭിപ്പിക്കാനും ഒച്ചപ്പാടെടുക്കാനും പ്രതിപക്ഷം മാധ്യമങ്ങളെ കാണാനും ഒക്കെ സാധ്യത PV അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പല പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. PV അൻവർ എന്ത് പ്രതികരണമാണ് നടത്തിയത്? അതായത് പോലീസ് സേനയുടെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന സംഘപരിവാർ ഏജന്റുകളെ കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് ഏജന്റുകളെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പോലീസിലിരുന്നു കൊണ്ട്, പോലീസിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ചില പുഴുക്കുത്തുകളെ കുറിച്ചാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടല്ലേ എന്നതാണ്. അങ്ങനെ ഒരു ചോദ്യം എന്തായാലും പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ അവരെയൊക്കെ പുറത്താക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സുജിത് ദാസിനെതിരെയാണ് ആദ്യ ആരോപണം PV അൻവർ ഉന്നയിക്കുന്നത്. അത് ആദ്യം ആരോപണമായിരുന്നു, പിന്നീട് തെളിവുകൾ കൊടുക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ മരമുറി, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വെളിപ്പെടുത്തി. അതിൻ്റെയൊക്കെ തെളിവുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടാമത് മലപ്പുറത്ത് ശശിധരനെ, അദ്ദേഹത്തിന് എതിരെ നടപടി സ്വീകരിച്ചു. ഇനിയിപ്പോൾ ADGP അജിത് കുമാറിനെതിരെ ആണ് നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും തെളിവുകളൊക്കെ PV അൻവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും എനിക്കൊന്ന് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഒരു തീരുമാനത്തിലെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ അത് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഒരു വടി കൊടുക്കുന്നതിന് തുല്യമാകും. സ്വാഭാവികമായും ADGP അജിത് കുമാറിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല. അതായത് സോളാർ കേസ് അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ അത് സഖാക്കളെ സത്യത്തിൽ വല്ലാത്ത രീതിയിൽ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അവർ സമരം ചെയ്യാൻ വന്ന ആളുകളെയൊക്കെ ഇത്തരം നിരാശരാക്കുന്ന ഒരു കാര്യമാണ്. ഈ സോളാർ കേസ് അട്ടിമറിച്ച ADGP അജിത് കുമാർ ആണെന്നും അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം.
മാത്രവുമല്ല തൃശ്ശൂർ പൂരം അത് കലക്കിയതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂർകാരുടെ വികാരമാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ദേ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം ഈ പറയുന്ന പോലെ തീവച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിലൊക്കെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൂടി വരുന്നു. അപ്പൊ എന്തുവാകട്ടെ, അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇനി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ സ്വയം പ്രതിരോധത്തിലാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ വളരെ എന്തായാലും ഒരു ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും എന്നാണ് കരുതുന്നത്. കാരണം ADGP അജിത് കുമാറിനെ ഓരോ ദിവസവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും ആ സർക്കാരിന് വലിയ വലിയ ക്ഷീണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി P ശശിക്കെതിരെയാണ് ഇനി ഉയരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. P ശശിയാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ മാറ്റുന്നില്ല എന്ന ചോദ്യങ്ങൾ കൂടി ചിലപ്പോൾ അവർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും ഈ പറയുന്ന നിയമസഭയിൽ ഉന്നയിക്കേണ്ട ഒരു വിഷയവുമല്ല. പക്ഷെ എന്നാലും അവർ സ്വാഭാവികമായിട്ടും പറഞ്ഞേക്കാം. എന്തായാലും പാർട്ടി വിഷയവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എന്തായാലും നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ പോലീസ് സേനയിൽ അല്ലെങ്കിൽ പോലീസിനകത്ത് ഈ സുജിത് ദാസും അതുപോലെ തന്നെ അജിത് കുമാറും ഒക്കെ ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതൊക്കെ P ശശിയും അറിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല P ശശിക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നത് ഭരണകക്ഷി MLA ആണ്. അപ്പോൾ ഒരു ഭരണകക്ഷി MLA തന്നെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിപക്ഷമല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും P ശശിയെ മാറ്റി നിർത്തേണ്ടതുണ്ട്. മാറ്റി നിർത്തിയ ശേഷം അന്വേഷണം നടത്തുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവും സ്വാഭാവികമായും ഇനിയിപ്പോൾ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഉയർത്താൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. പക്ഷേ ഈ ചോദ്യങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല, ഉണ്ടയില്ല, വിടിയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പ്രതിപക്ഷത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാൽ മാത്രമേ മാധ്യമങ്ങളിൽ ഇടം നേടാൻ കഴിയൂ. അങ്ങനെ മാധ്യമങ്ങളിൽ ഇടം നേടിയാൽ മാത്രമേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയൂ എന്നൊക്കെ നന്നായി തന്നെ VD സതീശനും സംഘത്തിനും അറിയാം. എന്തായാലും പ്രതിപക്ഷം ഈ തവണ സഭയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ADGPയും സതീശനും തമ്മിൽ എന്താണ് ബന്ധം? തൃശ്ശൂർ പൂരം കലക്കിയതിൽ സതീശന് ബന്ധമുണ്ടോ? പുനർജനി കേസിന്റെ അന്വേഷണം എവിടം വരെയായി? അതിന് എന്ത് സഹായമാണ് ADGP അജിത് കുമാർ ചെയ്തിട്ടുള്ളത് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ട അവസ്ഥ എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.